നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ +2 മോഡൽ എക്സാം ആണ്. അപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് 2.5 മണിക്കൂറാണ് മലയാളം പരീക്ഷ എഴുതാനുള്ള സമയം. കൂൾ ഓഫ് ടൈം അതിനു മുമ്പ് ഒരു 15 മിനിറ്റ് സമയം കിട്ടും. ആ സമയത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ചു നോക്കാനും നമുക്ക് ആവശ്യമുള്ള ചോയ്സസ് സെലക്ട് ചെയ്യാനുള്ള സമയമാണ്. 80 മാർക്കാണ് +2 മോഡൽ പരീക്ഷ, +2 മലയാളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആ സമയത്ത് ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് ആസൂത്രണം ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുന്നതിന് നമ്മൾ ശ്രദ്ധാപൂർവം ചോദ്യങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഇതിൽ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതേണ്ടതാണ്. 2 ഉത്തരം വീതം തിരഞ്ഞെടുത്ത് എഴുതണം. 2 സ്കോർ വീതമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഇതിനകത്ത് വരിക. അപ്പൊ നമുക്ക് പാഠഭാഗങ്ങളുടെ ആശയം അറിയാമെങ്കിൽ ഇതിന് ഉത്തരം എഴുതാൻ കഴിയും. ഇനി 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. അത് 1-2 വാക്യങ്ങളിൽ മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 2ആണ് അതിന്റെ സ്കോർ. അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങളാകുമ്പോൾ പാരഗ്രാഫ് കണക്കിന് എഴുതി പോകും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ആകെ 1-2 വാക്യങ്ങളിൽ മാത്രം ഉത്തരം എഴുതുക. എന്നാലേ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇനി 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. അത് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷനും കൂടെ ചേർത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരം അപ്പൊ 11 മുതൽ 17 വരെ ഉണ്ട്, അതിൽ 6 എണ്ണം എഴുതിയാൽ മതി. രണ്ടാമത്തെ പാരഗ്രാഫിൽ ആൻസർ വരുന്ന രീതിയിൽ നമ്മളത് അരപ്പുറം എന്നുള്ളത് ചിലപ്പോൾ 3/4 പേജൊക്കെ ആയി പോവാം. പക്ഷെ എന്നാലും അതിനുള്ളിൽ തന്നെ നടത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഒരു പുതിയൊരു ചോദ്യം, 17ാമത്തെ ചോദ്യം വരുന്നത് നമുക്ക് സൂചകങ്ങൾ തന്നിട്ട്, അപ്പൊ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ അത് എഴുതി, ഇപ്പൊ UP ക്ലാസ്സുകളിലൊക്കെ ആ മോഡൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവചരിത്രം തയ്യാറാക്കുക എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ സൂചകങ്ങൾ തന്നിരിക്കും, പോയിന്റ്സ് തന്നിരിക്കും. അത് വെച്ച് ജീവചരിത്ര കുറിപ്പ് എഴുതുക എന്നുള്ള ഒരു ചോദ്യമാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഉദാഹരണമായിട്ട് വൈലോപ്പള്ളി ശ്രീധരമേനോനെ കുറിച്ചാണ് ഒരു സൂചകങ്ങൾ നൽകിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ സ്ഥലം, കിട്ടിയ പ്രധാന ബഹുമതികൾ, കൃതികൾ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഖകനെ കുറിച്ചോ ഒരു കഥാകാരനെ കുറിച്ചോ ഉള്ളതായിരിക്കും ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യം. നന്നായിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഒരു ചോദ്യമാണ്. ഇനി 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പൊ 6 മാർക്കാണ് അതിന്റെ മാർക്ക് വരുന്നത്. ഒരു പുറത്തിൽ കവിയാതെ എഴുതുക എന്ന് പറയുമ്പോൾ ഒരു പേജിൽ തന്നെ ഒരു പുറത്തിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. അതിനും ഇൻട്രൊഡക്ഷനും വേണം, അതോടൊപ്പം അതിന്റെ ആശയം ഉത്തരമായിട്ട് വരികയും വേണം. പിന്നെ നമുക്ക് ഉള്ള ഒരു പുതിയൊരു ചോദ്യം, 21ാമത്തെ ചോദ്യം, തന്നിട്ടുള്ള പ്രയോഗങ്ങളും പാഠഭാഗങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തുക. അതായത് പാഠഭാഗങ്ങൾ നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ലക്ഷ്യം. പാഠഭാഗങ്ങളിലെ പ്രയോഗങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. ആ ബോക്സിനകത്തുനിന്ന് നമ്മളെ പാഠഭാഗങ്ങൾ ഏത് പാഠഭാഗത്താണോ ഈ പ്രയോഗം വരുന്നത് അത് എടുത്തെഴുതുക എന്നുള്ളത്. ഇതും നമ്മുടെ ഒരു UP ലെവലിലൊക്കെ നമ്മുടെ ചോദ്യമായിട്ട് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അത് വളരെ എളുപ്പത്തിൽ മാർക്ക് കുട്ടികൾക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെയും ലക്ഷ്യം. 6 മാർക്കാണ് ഓരോ 1 വേർഡിനും നമ്മൾ എഴുതുമ്പോൾ അതിന് 6 മാർക്കാണ് ആ ഒരു ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഗദ്യഭാഗം വായിച്ച് ഉത്തരം എഴുതുക. അത് ഒരു നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും മനോഹരമായ ഒരു ചോദ്യമാണ് ഗദ്യഭാഗം വായിച്ച് ഉത്തരം എഴുതുക. കാരണം അതിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഗദ്യഭാഗം തന്നിരിക്കുന്നു, അത് വായിക്കുന്നു, അതിലെ ചോദ്യങ്ങൾ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ഗദ്യഭാഗത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തി നമ്മൾ എഴുതുന്നു. അപ്പൊ 3 ചോദ്യം ഉണ്ടാവും. 2 മാർക്ക് വീതമാണ്, 6 മാർക്ക് നമുക്ക് അതിനകത്ത് നേടാം. ഇനി വരുന്നത് ഏറ്റവും അവസാനത്തെ 27ാമത്തെ വരെയുള്ള ചോദ്യങ്ങൾ. 27 വരെയുള്ളതിൽ 2 എണ്ണത്തിന് മാത്രമാണ് 1.5 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടത്. 8 മാർക്ക് ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് 2 എണ്ണം എഴുതിയാൽ മതി, 3 എണ്ണം കൊടുത്തിരിക്കും. അത് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാകും. അപ്പൊ പാഠഭാഗങ്ങളുടെ ആശയം നന്നായിട്ട് അറിയാമെങ്കിൽ നന്നായി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ ഈ ഒരു +2 പരീക്ഷ എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പിന്തുടരുന്നതാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ +2 മലയാളം പരീക്ഷ. നിങ്ങൾ നാളത്തെ മോഡൽ എക്സാം എഴുതുക, നന്നായിട്ട് മാർക്ക്, ഫുൾ മാർക്ക് നിങ്ങൾ മേടിക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് സമയമുണ്ട്. അതിനിടയിൽ ചില പാഠങ്ങളുടെ റിവിഷന് വേണ്ടി ടീച്ചർ എത്താം. അതുവരെ എല്ലാ വിജയാശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ പാഠങ്ങളുടെയും ഒരു റിവിഷൻ ഉൾപ്പെടുന്ന വീഡിയോ ടീച്ചർ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാഠഭാഗങ്ങൾ പ്രത്യേകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ റിവിഷൻ വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്നേഹത്തോടെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.